ഞാൻ 3 സിനിമക്ക് കഥ, തിരക്കഥ, സംഭാഷണം ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമ മികച്ച കഥാകൃത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എഴുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു പുസ്തകം, എൻ്റെ ആത്മകഥ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആത്മകഥ എന്ന് പറയുന്നത് വലിയ വലിയ പ്രശസ്തന്മാർക്ക് എഴുതാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ എൻ്റെ അനുഭവ കഥകൾ വെച്ചിട്ടൊരു പുസ്തകം ഞാനിപ്പോൾ അടുത്തിടെ മനോരമ പബ്ലിക്കേഷൻസ് അത് പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ് അതിൻ്റെ പേര്. അതാണ് ഈശ്വര വഴക്കില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ എഴുത്തിലുള്ള സംഭവങ്ങൾ. കോളേജ് കാലഘട്ടം തുടങ്ങി ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ വലിയ എഴുത്തുകാരൊന്നുമല്ല, കുറച്ച് കോമഡി ടച്ചുള്ള സംഭവങ്ങളും വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിരുന്നു. ചെറുകഥകൾ എഴുതാറുണ്ടായിരുന്നു. അത്രേ ഉള്ള എഴുത്ത്. എൻ്റെ ഒരു പുസ്തകം ഇപ്പം ചിരിപുരണ്ട ജീവിതങ്ങൾ ഇറങ്ങിയതിനകത്ത് എൻ്റെ തുടക്കത്തിൽ ആദ്യ 4 വർഷത്തോളം സലീമേട്ടൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് അതിലെ 3 കഥകൾ സലീമേട്ടൻ്റെ കഥകളാണ്. ആ ബുക്കിൽ മൊത്തം 10-20 കഥകളിൽ 3 സലീമേട്ടൻ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള കഥകളാണ്. അതിൽ നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് സലീമേട്ടൻ എന്ന് പറയുന്നത്. സലീമേട്ടൻ ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ആളാണ്. സലീമേട്ടൻ്റെ തുടക്കത്തിൽ അല്ലേ? അതെ, മമ്മൂക്കയുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് അമേരിക്ക പോണത്. അപ്പോൾ ഒരു 10-60 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറി താമസിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്ര അധികം ബന്ധപ്പെടാൻ പറ്റി. ഞാൻ ഏറ്റവും ആസ്വദിച്ചൊരു ട്രിപ്പ് അതായിരുന്നു. അപ്പോൾ നമ്മളെയൊക്കെ അങ്ങനെ ഉള്ളം കയ്യിലായിരുന്നു അദ്ദേഹം കൊണ്ടുനടന്നിരുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള 20 വർഷത്തോളമായി, 22 വർഷം തുടങ്ങിയുള്ള ബന്ധമാണ്. സിനിമയിൽ വന്നേക്കുമ്പോഴുള്ള ബന്ധമാണ്. അപ്പോൾ എന്നെ സ്റ്റേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം പറയുമായിരുന്നു, നാളെ ഈ മലയാള സിനിമയിൽ ഈ ഒരു നടൻ ഉന്നതങ്ങളിൽ എത്തുമെന്ന് പുള്ളി അമേരിക്കയിൽ വെച്ച് അന്ന് പറഞ്ഞതാണ്.